ജിബിൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ പതിവിലും ക്ഷീണിതനായിരുന്നു. തല ആകെ പൊട്ടിപ്പൊളിയുന്ന പോലെ അവന് തോന്നി. അവൻ്റെ കാർ ഗേറ്റ് കടന്നു വന്ന് കാർ പാർക്കിങ്ങിൽ നിർത്തി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ തലവൈ കുറച്ച് വെള്ളമൊഴിക്കാനാണ് അവന് തോന്നിയത്. അത്രയ്ക്കുണ്ടായിരുന്നു അവന് തലവേദന. ഉമ്മറത്തെത്തി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അകത്തു നിന്ന് അമ്മച്ചി വന്ന് വാതിൽ തുറന്നു. "ഒരു ബോട്ടിൽ തണുത്ത വെള്ളം ഇങ്ങെടുത്തേ അമ്മച്ചി," ജിബിൻ അമ്മച്ചിയോട് പറഞ്ഞു. "എന്തു പറ്റി നിനക്ക്? എന്താ ഒരു വയ്യായിക പോലെ?" അമ്മച്ചി ചോദിച്ചു. "ഒന്നുമില്ല, തല വല്ലാത്ത വേദന." അവൻ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മച്ചി അപ്പോൾ വേഗം ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ഒരു ബോട്ടിൽ വെള്ളവുമായി അവനരികിലേക്ക് വന്നു. അവൻ അതിൻ്റെ മൂടി തുറന്ന് ധൃതിയിൽ അല്പം കുടിച്ചു. ശേഷം വാഷ് ബേസിൻ അടുത്ത് ചെന്ന് കുപ്പി തുറന്ന് മുഖം നന്നായി കഴുകി. "നിനക്ക് ഈ തലവേദന ഇനിയെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചുകൂടെ മോനെ? നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താ ഡോക്ടേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ? എത്ര ENT ഇൻചാർജ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ? നിനക്കൊന്ന് കാണിച്ച് മരുന്ന് കഴിച്ചുകൂടെ? ഇതിപ്പോ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ ഈ വല്ലാത്ത വേദന," അമ്മച്ചി അവിടെ നിന്ന് പറഞ്ഞു. "എങ്ങനെ വരാതിരിക്കാനാ? അതിനു മാത്രമുണ്ടല്ലോ ടെൻഷൻ," ജിബിൻ പറഞ്ഞു. "എടാ, നിനക്ക് ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേ. ഒക്കെ മാറിയിട്ട് പോയി തുടങ്ങാമല്ലോ," അമ്മച്ചി പറഞ്ഞപ്പോൾ ജിബിൻ അമ്മച്ചിയെ ഒന്ന് നോക്കി. "അത് മാത്രമേ ഉള്ളൂ അമ്മച്ചി എനിക്ക് ടെൻഷൻ ആവാൻ കാരണം? വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് ഒരുത്തിയെ കെട്ടിച്ചില്ലേ? എന്നിട്ട് അവളെവിടെ? കല്യാണം കഴിഞ്ഞ് വെറുതെ ആളെ കൊണ്ട് പറയിപ്പിച്ച് 2 മാസമാകുമ്പോഴേക്കും അവൾ അവളുടെ കാമുകൻ്റെ കൂടെ പോയി. എനിക്ക് വല്ലാതെ നാണക്കേട് തോന്നുന്നു അത് ഓർക്കുമ്പോൾ തന്നെ. ഇത്ര ഗ്രാൻഡായിട്ടൊന്നും കല്യാണം നടത്തണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞ് സൽക്കാരം തുടങ്ങുമ്പോഴേക്കും അവള് പോയി. ഭാര്യ എവിടെ എവിടെ എന്നുള്ള മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ തല കുനിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ," ജിബിൻ പറഞ്ഞു. "അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മോനെ? നമ്മൾ ആരെങ്കിലും വരുത്തി വെച്ചതാണോ ഇത്? ആ നശിച്ച പെണ്ണ് അവൾക്ക് ലവറുണ്ടെന്ന് പറയാതെ നിന്നെ കെട്ടിയതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ കെട്ടിനു മുമ്പ് അവൾക്ക് പറഞ്ഞു തൊലച്ചുകൂടായിരുന്നോ? നാട് മുഴുവൻ കല്യാണവും വിളിച്ച് നടത്തിയിട്ട് ഒടുക്കം അവൾ ഇട്ടേച്ചു പോവുകയും ചെയ്തു. വല്ലാത്ത നാണക്കേടായി പോയി. എല്ലാവർക്കും നാണക്കേടായി," അമ്മച്ചി പറഞ്ഞു. ജിബിൻ അപ്പോൾ അമ്മച്ചിയെ സഹതാപത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തപ്പോൾ ഒരു പുച്ഛഭാവമായിരുന്നു. "അമ്മച്ചിക്കായിരുന്നല്ലോ തിരക്ക്. എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പെണ്ണ് കെട്ടി. എനിക്ക് ഭാര്യ വേണം, അമ്മച്ചിക്ക് മരുമോളെ വേണം, പേരക്കുട്ടികൾ വേണം. എന്നിട്ടിപ്പോൾ എന്തായി? ഒക്കെ ആയി. സമാധാനത്തിൽ ബിസിനസ് നോക്കി നടന്നിരുന്ന എൻ്റെ തലയിൽ വലിയ നാണക്കേടും എടുത്തു വെച്ച് തന്നു. ഒന്നും പറയണ്ട." ജിബിൻ ദേഷ്യത്തോടെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ അമ്മച്ചി അവനെ പിറകിൽ നിന്ന് വിളിച്ചു. "എടാ മോനെ, നീ അതിൻ്റെ പേരിൽ തലവേദനിച്ചോണ്ട് ഇങ്ങനെ നടക്കല്ലേ. ഞാൻ ആ കറിയാച്ചനെ കണ്ടിരുന്നു. അയാളൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടാലോ?" അമ്മച്ചി അത് പറയുമ്പോൾ ജിബിൻ ഒന്ന് അവിടെ നിന്നു. "ഏത് പെൺകുട്ടി? ഇനി ഏത് പെൺകുട്ടിയുടെ കാര്യം?" ജിബിൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. "എടാ, അവള് പോയെന്ന് കരുതി നിനക്ക് വേറെ പെണ്ണ് കെട്ടണ്ടേ ഇനി? അവള് പോയി. നീ അവളേക്കാൾ നല്ലൊരു കൊച്ചിനെ കല്യാണം കഴിച്ച് അവളുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് കറിയാച്ചൻ കാണിച്ചു തന്ന കുട്ടിയാ. ഒരു പാവം പെങ്കൊച്ചാ. സാമ്പത്തികമായി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നേ ഉള്ളൂ. അവളുടെ മൂത്തത് 2 പെങ്കൊച്ചുങ്ങൾ അവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ബാധ്യതയൊക്കെയുണ്ട്. എങ്കിലും പേര് കേട്ട തറവാട്ടുകാരാ. നമുക്കൊന്ന് ആലോചിച്ചാലോ?" അമ്മച്ചി ചോദിച്ചു. "ദേ അമ്മച്ചി, എൻ്റെ കയ്യകലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അമ്മച്ചിക്ക് നല്ലത്. ഒന്ന് കെട്ടിയതിൻ്റെ ക്ഷീണം കഴിഞ്ഞില്ല, അപ്പോളാ ഇനി അടുത്തത്. ഇനി ഈ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടുകയില്ല. വേണമെങ്കിൽ അമ്മച്ചി അപ്പച്ചന് പകരക്കാരനായിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കും. എന്നാലും എനിക്കിനി തലപ്രാന്ത് പിടിച്ച പരിപാടി വേണ്ട," ജിബിൻ പറഞ്ഞു. "എടാ മോനെ, നീ ഇങ്ങനെ ചാടി കളിക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അമ്മച്ചി കാര്യങ്ങൾ പറഞ്ഞു തരാം." അമ്മച്ചി അത് പറഞ്ഞുകൊണ്ട് ജിബിൻ അടുത്തേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ ജിബിന് പെട്ടെന്ന് വല്ലാതെ ദേഷ്യം വന്നു. "ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ അമ്മച്ചി പോയൊന്ന് കെട്ട്. അല്ലാതെ ഇനി ഒരു 2ാം കെട്ടിന് ഞാനില്ല." അവൻ അത് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ സ്റ്റെയർ കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. തല നന്നായി വേദനിക്കുന്നത് കൊണ്ട് തന്നെ ഷർട്ട് അയച്ചിട്ട് മേല് കഴുകാൻ പോലും നിൽക്കാതെ അവൻ കട്ടിലിലേക്ക് കിടന്നു. സത്യം പറഞ്ഞാൽ ജിബിൻ ഇപ്പോൾ അവൻ്റെ ബെഡ്റൂമിൽ നിന്നും മാറി മുകളിലെ നിലയിൽ തന്നെയുള്ള മറ്റൊരു റൂമിലാണ് കിടക്കുന്നത്. കല്യാണം കഴിച്ച അവളുടെ ഓർമ്മ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അവനിപ്പോൾ വല്ലാത്ത മാനസിക പ്രശ്നത്തിലാണ്. വീട്ടുകാർ കണ്ടുപിടിച്ച ബന്ധമായിരുന്നെങ്കിലും ഏറെ പ്രതീക്ഷയോടെയാണ് അവൻ സ്റ്റെല്ലയുടെ കഴുത്തിൽ താലി കെട്ടിയത്.
ജിബിൻ അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസത്തോളം പൊന്നുപോലെയാണ് അവളെ നോക്കിയത്. ഒരു ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടെ അവർ ജീവിക്കുമ്പോഴും അവൾ അവളുടെ കാമുകൻ ഗൾഫിൽ നിന്ന് വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ജിബിൻ അറിയില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു ലെറ്റർ എഴുതി വെച്ച് അവൾ പോയി. സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ അവന് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം അമ്മച്ചി വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് ഏപ്രിൽ ഫൂൾ ആണോ എന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത്. കാരണം എങ്ങനെയാണ് ഒരു ഭർത്താവ് ആ കാര്യം വിശ്വസിക്കുക? രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പോലും തൻ്റെ അരികിൽ സ്നേഹത്തോടെ നിന്ന തൻ്റെ ഭാര്യ, കർത്താവിന് മുന്നിൽ വെച്ച് മിന്നുകെട്ടി കൈപിടിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് താനൊപ്പം കൂട്ടിയവൾ, ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ 2 മാസത്തോളം താൻ പ്രാണനായി സ്നേഹിച്ചവൾ, ഒരു നിമിഷത്തിൽ അവളുടെ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. പുല്ല്! അവൻ ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ ദേഷ്യം തോന്നി. കൂടാതെ ഓഫീസിലെ തിരക്കും മറ്റും വേറെയും, ആളുകളുടെ ചോദ്യം വേറെയും. തുടക്കത്തിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ മൈഗ്രെയിൻ തലവേദനയുടെ സ്റ്റാർട്ടിംഗ് ആണെന്നാണ് പറഞ്ഞത്. എങ്ങനെ തലവേദന വരാതിരിക്കും? അത്രയ്ക്കുണ്ടല്ലോ സ്ട്രെസ്. പുറമെ അമ്മച്ചിയോടൊക്കെ ദേഷ്യം കാണിക്കുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ അവൾ പോയതിൽ തനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നടക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ജിബിൻ എത്രയോ വിഷമിക്കുന്നുണ്ടായിരുന്നു. ആരോടും പറയാതെ ആ വിഷമം അവൻ്റെ ഉള്ളിൽ അങ്ങനെ കിടപ്പുണ്ട്. ഒരിക്കലും തൻ്റെ പ്രിയതമ തന്നെ ചതിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. മനുഷ്യനാണ്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അവൾ ചതിച്ചു. ഇനി അതുമായി പൊരുത്തപ്പെട്ടു പോയേ പറ്റൂ. ഓരോന്നോർത്തുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തത്. ഈ തലവേദനയ്ക്കിടയിൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ എന്തോ വല്ലായ്മ തോന്നി. അവൻ ദേഷ്യത്തോടെ ഒരു നിമിഷം അങ്ങോട്ട് നോക്കിയതേയില്ല. എന്നാൽ വീണ്ടും ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ ഒന്ന് അതെടുത്തു നോക്കി. ഏതോ ഒരു പരിചയമില്ലാത്ത നമ്പറാണ്. ആരാണ് ഈ നേരത്ത് ആളെ മെനക്കെടുത്താൻ? ആരാണെങ്കിലും അവിടെ കിടക്കട്ടെ. അവൻ ഫോൺ മാറ്റി വെച്ചു. എന്നാൽ അല്പം കഴിഞ്ഞ് വീണ്ടും ഫോൺ റിങ് ചെയ്തു. ദേഷ്യത്തോടെയാണ് അവൻ ആ കോള് കട്ട് ചെയ്യാൻ വേണ്ടി ഫോൺ കയ്യിലെടുത്തതെങ്കിലും ഒരു നിമിഷം ആരാണെന്ന് നോക്കാമെന്ന് വെച്ച് അവൻ വെറുതെ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ജിബിൻ സാർ അല്ലേ? അപ്പുറത്ത് നിന്ന് വിറയലോടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവൻ കേട്ടു. അതെ, ആരാണ്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. സാറിന് എന്നെ അറിയില്ല. ഞാൻ സാറിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പെൺകുട്ടി വിറയലോടെയാണ് അത് പറഞ്ഞത്. എന്താ കാര്യം? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ജിബിൻ അപ്പോൾ ചോദിച്ചു. അത് ഇവിടെയുള്ള മറിയാമ്മ സിസ്റ്റർ തന്നതാ സാർ. സാർ, ഞാൻ ജോലി കഴിഞ്ഞു പോകുന്ന വഴി ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കാലിൻ്റെ എല്ല് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്കാരാണ് എന്നെ സാറിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. സാറേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. മറ്റെവിടേക്കെങ്കിലും പോയിക്കോളാനാണ് ഇവിടെ നിന്ന് പറയുന്നത്. വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് സാർ. കൂട്ടിനാരുമില്ല. മറിയാമ്മ സിസ്റ്ററാണ് സാറിൻ്റെ നമ്പർ തന്നത്. സാർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പ്ലാസ്റ്റർ ഇട്ട് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തന്ന് വീട്ടിക്കോളാം സാർ. ഈ രാത്രി എങ്ങോട്ട് പോകണമെന്നറിയില്ല. ആരുമില്ല എനിക്ക്. വേദന സഹിക്കാനും കഴിയുന്നില്ല. സാർ ഒന്ന് ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. പ്ലീസ് സാർ. ആ പെൺകുട്ടി അപ്പുറത്ത് നിന്ന് കരയുകയായിരുന്നു. ജിബിൻ അത് കേട്ടപ്പോൾ എന്തോ വിഷമം പോലെ തോന്നി. കാര്യം എന്തൊക്കെയാണെങ്കിലും ജിബിൻ നന്മയുള്ളവനാണ്. വയ്യാത്ത അവസ്ഥയിൽ വരുന്ന പൈസയില്ലാത്ത എത്രയോ രോഗികൾക്ക് അവൻ സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറിയാമ്മ സിസ്റ്റർ തൻ്റെ നമ്പർ ആ കുട്ടിക്ക് കൊടുത്തതും. എന്തോ അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി അവന്. പിന്നെ മറ്റൊരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല. കുട്ടി ഇപ്പോൾ എവിടെയാ? കേഷ്വാലിറ്റിയിലാണോ? അവൻ ചോദിച്ചു. അതെ സാർ, കേഷ്വാലിറ്റിയിലാണ്, അവൾ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, കരയണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേണ്ടതെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യും. കുട്ടി ഫോൺ വെച്ചോളൂ. ജിബിൻ അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. ശേഷം അവൻ നേരെ മൊബൈലിൽ കേഷ്വാലിറ്റിയിലെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവിടെ അപ്പോൾ സ്റ്റാഫ് ഫോൺ എടുത്തു. ഹലോ, ഞാൻ ജിബിനാണ്. അവിടെ ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ആരാണ്? ജിബിൻ ചോദിച്ചു. സദാനന്ദൻ സാർ ഉണ്ട് സാർ, പിന്നെ റീന മാഡവും ഉണ്ട്. ഓക്കെ, ആരാണെങ്കിലും അവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് വന്ന് കിടപ്പുണ്ട്. അവരോട് പറഞ്ഞ് ആ കുട്ടിക്ക് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സർജറിയോ മറ്റോ എന്താണെങ്കിലും വൈകിക്കണ്ട. കാശിൻ്റെ കാര്യം കാര്യമാക്കണ്ട എന്നൊന്ന് ഡോക്ടറോട് പറഞ്ഞോളൂ. ഐ വിൽ മാനേജ്. ഓക്കെ. ജിബിൻ അത് പറഞ്ഞ് ഫോൺ വെച്ചു. ശേഷം അവൻ ഫോൺ കിടക്കയിൽ നിന്നും മാറ്റിവെച്ച് അങ്ങനെ കിടന്നു. അവൻ്റെ തലവേദനയ്ക്ക് അപ്പോൾ വല്ലാത്ത ആശ്വാസം കിട്ടുന്ന പോലെ അവന് തോന്നി.
കാരണം ഫോണിലൂടെ കരയുന്ന ആ പെൺകുട്ടിയുടെ ശബ്ദം അവൻ്റെ കാതുകളിലുണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നമാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് നമ്മൾ കരുതും. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ വേദന സഹിച്ചു പിടയുന്ന മറ്റുള്ളവരുണ്ടാകും. കാശില്ലാത്തതിൻ്റെ പേരിൽ, നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ, മരുന്ന് വാങ്ങാൻ പോലും പൈസയില്ലാതെ വേദന സഹിച്ചു കിടക്കുന്ന എത്രയോ ആളുകൾ. അത് വെച്ച് നോക്കുമ്പോൾ കല്യാണം കഴിച്ച പെണ്ണ് ഓടിപ്പോയ തൻ്റെ വിഷമമൊക്കെ എത്ര നിസ്സാരം. എന്തെങ്കിലും ആകട്ടെ, എല്ലാം മറക്കണം. ഈ തലവേദനയൊക്കെ മാറ്റിയെടുത്ത് മനസ്സ് ശാന്തമാക്കണം, ജിബിൻ മനസ്സിലോർത്തു. പഞ്ഞി പോലെയുള്ള സ്പോഞ്ചിൻ്റെ തലയണയിലേക്ക് അവൻ അവൻ്റെ മുഖം മെല്ലെ ചേർത്തു വെച്ചു. അവൻ്റെ മനസ്സിലേക്കും കണ്ണിലേക്കും കുറേ ഓർമ്മകൾ ഓടിയെത്തി. എത്ര ദിവസമായി താൻ ഈ തലവേദനയും കൊണ്ട് നടക്കുന്നു. പോയവൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? സ്നേഹിച്ചവനൊപ്പം സുഖമായി ജീവിക്കുന്നുണ്ടാകും. അവനുമായി ബെഡ് ഷെയർ ചെയ്യുന്നുണ്ടാകും. നല്ല സന്തോഷത്തിലായിരിക്കും. അവളെ ഓർത്ത് താൻ മാത്രം ഇങ്ങനെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആ സ്നേഹം അവൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജിബിൻ അവൻ്റെ കണ്ണുകൾ മെല്ലെ അടച്ചു. കണ്ണിൽ നിന്നും തലയിണയിലേക്ക് അവൻ്റെ കണ്ണുനീരിൻ്റെ നനവ് പടരുന്നുണ്ടായിരുന്നു. മനസ്സിലെ വിങ്ങിപ്പൊട്ടുന്ന വിഷമം കുറേശ്ശെയായി കണ്ണുനീരിലൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം, എല്ലാം മറക്കണം, പഴയതുപോലെ ഫ്രീ ആയി ജീവിച്ചു തുടങ്ങണം, ജിബിൻ മനസ്സിൽ ഒന്നുകൂടെ ഓർത്തു. എങ്കിലും നേരത്തെ കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന തലവേദനയേക്കാൾ എത്രയോ കുറവ് തോന്നുന്നുണ്ടായിരുന്നു അവനപ്പോൾ. വെട്ടിപ്പൊളിയുന്ന തലവേദനയിൽ നിന്നും അല്പം ആശ്വാസം ലഭിച്ച പോലെ. ശരിക്കു പറഞ്ഞാൽ അത് സഹായം ചോദിച്ചു വിളിച്ച ആ പെൺകുട്ടിയുടെ സ്വരം കേട്ടതിന് ശേഷമായിരുന്നു. തന്നേക്കാൾ എത്രയോ വേദനിക്കുന്നവർ ഉണ്ടല്ലോ എന്നോർത്തപ്പോൾ മനസ്സൊന്ന് ശാന്തമായ പോലെ. ആ ഒരു ആശ്വാസത്തിൽ അവൻ അങ്ങനെ കിടന്നു. നേരം പോയപ്പോൾ എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് ഡ്രസ്സ് മാറി ഓഫീസിൽ പോകാനായി ഹാളിലേക്ക് വന്നപ്പോൾ അമ്മച്ചി അവിടെ സോഫയിൽ താടിക്ക് കൈയും കൊടുത്തിരിപ്പുണ്ടായിരുന്നു. ജിബിൻ ഇറങ്ങി വന്നതൊന്നും അമ്മച്ചി ശ്രദ്ധിച്ചിട്ട് പോലുമില്ലായിരുന്നു. എന്നാ പറ്റി അമ്മച്ചി? എന്നതാ ഇങ്ങനെ ഒരു ഇരിപ്പ്? അവൻ അമ്മച്ചിയോട് സൗമ്യമായി ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അമ്മച്ചി അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ആ, നീ വന്നോ? ചായ എടുത്ത് വയ്ക്കട്ടെ? അമ്മച്ചി വേഗം സോഫയിൽ നിന്ന് എണീറ്റ് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. സാധാരണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നോട് തട്ടിക്കയറാൻ വരുന്ന ആളാണ്. എന്തെങ്കിലുമായിട്ട് സംസാരിക്കും. പക്ഷേ അമ്മച്ചി ഒഴിഞ്ഞു മാറി പെട്ടെന്നങ്ങ് പോയപ്പോൾ ജിബിൻ ഒരു സംശയത്തോടെ അമ്മച്ചിയെ നോക്കി. എന്തുപറ്റി ഇങ്ങനെ ഒരു പോക്ക് പതിവില്ലാത്തതാണല്ലോ. അവൻ അമ്മച്ചിക്ക് പിറകെ ചെന്ന് ഡൈനിങ് ടേബിളിലിരുന്നു. അമ്മച്ചി പ്ലേറ്റ് എടുത്തു വെച്ച് അവൻ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തു. അവനപ്പോൾ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അമ്മച്ചി അവനെ നോക്കുന്നുണ്ടായിരുന്നില്ല. എന്തു പറ്റി ത്രേസ്യ കുട്ടിയെ, മിണ്ടുന്നില്ലല്ലോ? എന്താ കാര്യം? എന്നതാണേലും പറ, അവൻ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചി അപ്പോൾ ഒരു കസേര വലിച്ചിട്ട് അവൻ്റെ അരികിലിരുന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മച്ചിയുടെ കണ്ണപ്പോൾ നിറഞ്ഞിരിക്കുന്നത് ജിബിൻ കണ്ടു. എന്താ കാര്യം? ജിബിൻ കാര്യം അറിയാനായി ചോദിച്ചു. മോനെ, അമ്മച്ചി നിന്നോട് തമാശ പറയുന്നുണ്ടെങ്കിലും നിന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിന്റെ വിഷമം അമ്മച്ചിക്ക് മനസ്സിലാകും. പെറ്റ വയറല്ലേ, നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് കാണുമ്പോൾ അമ്മച്ചിയുടെ ചങ്ക് കലങ്ങാതിരിക്കില്ലല്ലോ. പക്ഷേ എന്നാ ചെയ്യാനാ മോനെ? അങ്ങനെ ഒരു വള്ളിക്കെട്ടിനെയാണ് നിന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തന്നതെന്ന് അമ്മച്ചിക്ക് അറിയാൻ മേലായിരുന്നു. അമ്മച്ചിയുടെ ഇഷ്ടത്തിനാണ് നീ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അമ്മച്ചിക്ക് അറിയാം. നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാൻ മേല മോനെ. പഴയ കളിയും ചിരിയും ഒന്നുമില്ലാതെ നിന്നെ ഇങ്ങനെ അമ്മച്ചിക്ക് കാണാൻ വയ്യടാ. അമ്മച്ചി എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. അമ്മച്ചി പതിവിലും നല്ല വിഷമത്തിലായിരുന്നു. ജിബിൻ അപ്പോൾ അമ്മച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ശരി, അതായിരുന്നോ കാര്യം? സാരമില്ലെന്നേ, വിട്ടുകളാ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അങ്ങനെ കരുതിയാൽ മതി. അവൾ പോട്ടെ. മറ്റൊരുത്തനെ മനസ്സിലിട്ട് നടക്കുന്ന അവൾ എൻ്റെ കൂടെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? ഇനിയിപ്പോൾ എൻ്റെ കൂടെ തുടർന്നും ജീവിച്ചാലും അവളുടെ മനസ്സിൽ മറ്റവനല്ലേ. അങ്ങനെ ഒരുത്തി പോയത് നന്നായെന്ന് വിചാരിക്കാം. ഞാൻ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് കരുതി അമ്മച്ചി അതോർത്ത് വിഷമിക്കേണ്ട. ജിബിൻ അത് പറഞ്ഞ് ഇഡ്ഡലി ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെച്ചു. എടാ, അമ്മച്ചി ഇന്നലെ നിന്നോട് കാര്യമായിട്ട് പറഞ്ഞതാ. കറിയാച്ചൻ പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കിയാലോ?
എന്നായാലും നിനക്കൊരു കൂട്ട് വേണ്ടേ? ഈ ദേഹമാകെ മേലാതിരിക്കുന്ന ഞാൻ എത്ര കാലം നിനക്കുണ്ടാകും മോനെ? എത്ര സ്വത്തും പണവുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരു കൂട്ടില്ലെങ്കിൽ പോയില്ലേടാ? അമ്മച്ചി വിഷമത്തോടെ അവനെ നോക്കി. അമ്മച്ചി പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു മാനസികാവസ്ഥ ഒട്ടും തന്നെ ഇല്ല. കുറച്ചുകൂടെ കഴിയട്ടെ അമ്മച്ചി, നമുക്ക് നോക്കാം. ഞാനിങ്ങനെ പെണ്ണ് കെട്ടാതെ നിന്നു പോവുകയൊന്നുമില്ല. മനസ്സൊക്കെ ഒന്ന് റിലാക്സായി കുറച്ചുനാൾ കൂടെ കഴിയട്ടെ. പറ്റി ആരെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അമ്മച്ചി അതോർത്ത് വിഷമിക്കണ്ട. ജിബിൻ അമ്മച്ചിയെ നോക്കി ചിരിച്ചു. അമ്മച്ചിയുടെ മനസ്സ് നന്നേ വിഷമത്തിലായിരുന്നെങ്കിലും അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അമ്മച്ചി അപ്പോൾ അവനോട് തലയാട്ടി. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഇപ്പോഴത്തെ ഈ വിഷമമൊക്കെ മാറും. നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. അമ്മച്ചി കർത്താവിനോട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മച്ചി അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. ജിബിൻ ചിരിച്ചുകൊണ്ട് ഇഡ്ഡലി കഴിച്ച് കൈ കഴുകി. ഞാൻ ഇറങ്ങട്ടെ അമ്മച്ചി? ടൗണിൽ വില്ലയുടെ പണി നടക്കുന്നിടത്തൊന്ന് പോകണം. സിമൻറ്റും കമ്പിയും ഷോർട്ടേജ് ഉണ്ടെന്ന് ഇന്നലെ സൂപ്പർവൈസർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതൊന്ന് പോയി നോക്കട്ടെ. പിന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൂടി ഒന്ന് പോകണം. അവിടെ ലാബ് കുറച്ചുകൂടി വലുതാക്കണം. ഇപ്പോൾ ഉള്ളിടത്തു നിന്നും മാറ്റി ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്തേക്ക് ആക്കാൻ നോക്കുന്നുണ്ട്. എഞ്ചിനീയറെ കൂട്ടി അവിടെയും ഒന്ന് പോകണം. പോയിട്ട് വരട്ടെ അമ്മച്ചി? അമ്മച്ചി വിഷമിക്കണ്ട. ജിബിൻ കാറിൻ്റെ കീയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ജിബിൻ്റെ അപ്പച്ചൻ്റെ സഹോദരിയും ഭർത്താവും അങ്ങോട്ടെത്തിയത്. അവർ ഉമ്മറത്തേക്ക് കയറുമ്പോൾ ജിബിൻ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ജിബിനെ മോനെ, നീ ഓഫീസിലേക്ക് ഇറങ്ങുകയായിരുന്നോ? ലിസി ആൻറ്റി അവനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ ആൻറ്റി, മംഗളും എന്താ വിശേഷിച്ച് രാവിലെ തന്നെ? ജിബിൻ അവരോട് ചോദിച്ചു. അതൊക്കെയുണ്ട്. നിനക്കൊരു 5 മിനിറ്റ് നിൽക്കാൻ നേരമുണ്ടോ? ലിസി ആൻറ്റി അവനെ നോക്കി. ജിബിൻ അപ്പോൾ അവൻ്റെ വാച്ചിലേക്ക് നോക്കി. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് കേട്ടിട്ട് പോകാം. അങ്കിളെ കയറിക്കോളൂ. ജിബിൻ അവരെ അകത്തേക്ക് വിളിച്ചു. എന്നതാ നാത്തൂനെ? നാത്തൂനാകെ ക്ഷീണിച്ചു പോയല്ലോ. മരുമോള് പോയതിൻ്റെ വിഷമം നാത്തൂൻ ഇപ്പോഴും മാറിയില്ലേ? അങ്ങനെ ഒരുത്തി പോയത് നന്നായെന്ന് കൂട്ടിയാൽ മതി. അവൾ പോയവനെ പറ്റി ജോസച്ചായൻ നന്നായി അന്വേഷിക്കുന്നുണ്ട്. വലിയ ഗതിയുള്ളിടത്തേക്കൊന്നുമല്ല പോയത്. ആലുവയിൽ ആ പയ്യൻ എന്തോ ഷോപ്പ് ഉണ്ടായിരുന്നെന്നോ അത് കടം കയറിയിട്ടാണ് അവൻ ഗൾഫിലേക്ക് പോയതെന്നോ ഒക്കെയാ പറഞ്ഞു കേട്ടത്. എന്തായാലും ജോസച്ചായൻ അന്വേഷിച്ച് അവളുടെ വിവരം അപ്പോൾ ഇവിടെ തരും കേട്ടോ. ലിസി ആൻറ്റി ജിബിൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു. രാവിലെ തന്നെ അത് കേട്ടപ്പോൾ ജിബിന് പെട്ടെന്ന് എന്തോ പോലെയായി. ഓ എന്തിനാ ആൻറ്റി, പോയവർ പോയി. ഞങ്ങൾ അവരുടെ കാര്യം ഓർക്കുന്നു പോലുമില്ല. ഇനി വെറുതെ അവരുടെ പിറകെ എന്തിനാ അന്വേഷണത്തിന് പോകുന്നത്? ജിബിൻ അല്പം സ്വരം ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. അതങ്ങനെയല്ലടാ കൊച്ചനെ. നമ്മളെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയവൾ നശിക്കുന്നുണ്ടോ നന്നാവുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അല്ലേ ചേട്ടത്തി? ലിസി ആൻറ്റി അമ്മച്ചിയോട് ചോദിച്ചു. എന്നാത്തിനാ ലിസി, അവൾ പോയി. ഞങ്ങളത് മറന്നു. നമ്മളിനി ആരുടെയും പിറകെ അത് അന്വേഷിച്ചു പോകണ്ട. നിങ്ങളിരുന്നേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അമ്മച്ചി അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ലിസി ആൻറ്റി അമ്മച്ചിയെ പിടിച്ചു വെച്ചു. കുടിക്കാനൊക്കെ അല്പം കഴിഞ്ഞെടുക്കാം. ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. അതെന്നതാണെന്ന് വെച്ചാൽ ഇച്ചായൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേ ഇച്ചായ. ലിസി ആൻറ്റി ഭർത്താവിനെ കൈകൊണ്ടൊന്നു നുള്ളി. അതെന്നതാണെന്ന് വെച്ചാൽ ജിബിനെ, ഞങ്ങൾ വന്നത് ഒരു പെണ്ണാലോചനയുമായിട്ടാണ്. വേറെ ആരുമല്ല, നിങ്ങളറിയും. എൻ്റെ ചേച്ചിയുടെ മോളുണ്ടല്ലോ ഹെലൻ, അവളെ നിനക്ക് ആലോചിച്ചാലോ എന്നൊരു തോന്നൽ. ജോസങ്കിൾ ജിബിനോട് പറഞ്ഞപ്പോൾ ജിബിൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൻ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അവരെ നോക്കി അങ്ങനെ നിന്നു. ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാലോ. ആദ്യത്തെ കെട്ടിയവനൊരു കൊള്ളരുതാത്തവനായതുകൊണ്ടാണ് അതിന് ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നത്. കുറച്ചു കാലം അവൾ ഡിവോഴ്സ് ആയതിൻ്റെ വിഷമത്തിലിരുന്നു. ഇപ്പോൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് തന്നെ ജോലിക്ക് പോയിരിക്കുകയാണ്. ഒരു പാവം പെങ്കൊച്ച, പച്ച പാവം. അവൾക്കും ഒരു കൂട്ട് വേണം. പിന്നെ ഇവിടെ നിനക്കും വേണ്ടേ ഒരു കൂട്ട്? ഒന്ന് കെട്ടിയത് ഒഴിവായിപ്പോയെന്ന് വെച്ച് നമുക്ക് കാലാകാലം പെണ്ണ് കെട്ടാതിരിക്കാൻ പറ്റുമോ? ലിസി ആൻറ്റി അത് പറഞ്ഞപ്പോൾ ജിബിൻ്റെ മുഖത്തും അമ്മച്ചിയുടെ മുഖത്തും ഒരു താല്പര്യവുമില്ലായിരുന്നു. എന്നതാ നാത്തൂൻ്റെ അഭിപ്രായം? നമുക്ക് അവളെ ഒന്ന് ആലോചിച്ചാലോ? എന്നിട്ട് ഇവർ രണ്ടുപേരും ജോളിയായി ജീവിക്കുന്നത് മറ്റവൾ അറിയട്ടെന്നേ. ഇവരുടെ കെട്ട് കഴിഞ്ഞാൽ മറ്റവളെ അത് അറിയിക്കാനുള്ള പണിയൊക്കെ ജോസച്ചായൻ നോക്കിക്കോളും. നമുക്ക് ആലോചിച്ചാലോ? ലിസി ആൻറ്റി ചോദിച്ചു. ജിബിൻ അത് കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അത് അവരോട് കാണിക്കണ്ടല്ലോ എന്ന് കരുതി കടിച്ചു പിടിച്ചു നിന്നു. ഇതായിരുന്നോ കാര്യം?
ഞാൻ മറ്റെന്തെങ്കിലും ആണെന്ന് കരുതിയാ നിന്നത്. എന്തായാലും ആൻറ്റിയും അങ്കിളും വന്നതല്ലേ, ഇരിക്കൂ കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാം. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ഞാൻ ഇറങ്ങട്ടെ, ജിബിൻ പറഞ്ഞു. അല്ല മോനെ, ഞാൻ പറഞ്ഞ കാര്യം. ലിസി ആൻറ്റി അവനെ നോക്കി. മറ്റൊരു വിവാഹത്തിന് ഞാനിപ്പോൾ ഒട്ടും സ്യൂട്ടല്ല ആൻറ്റി. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലേ അല്ല. പെട്ടെന്നൊരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ആലോചന കൊണ്ടുവന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു താല്പര്യമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ആൻറ്റി, ശരി. അങ്കിളെ ശരി കേട്ടോ. അവരെ കൊണ്ട് മറ്റൊന്നും പറയാൻ അനുവദിക്കാതെ ജിബിൻ അപ്പോൾ തന്നെ ഉമ്മറത്തേക്ക് ഇറങ്ങി അവൻ്റെ കാറെടുത്ത് പുറത്തേക്ക് പോയി. അവൻ എന്ത് വർത്തമാനമാ നാത്തൂനെ ഈ പറഞ്ഞത്? കുറേ കാലം പെണ്ണ് കെട്ടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു നടന്നു. കെട്ടിയപ്പോളാണെങ്കിലോ കെട്ടിയവൾ ഇട്ടേച്ചു പോയി. അവൻ ഇനി പണ്ടത്തെ പോലെ തന്നെ നടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അച്ചായൻ്റെ ചേച്ചിയുടെ മോളായതുകൊണ്ട് പറയുകയല്ല, നല്ല മിടുക്കിയ അവള്. അതിന് യോഗമില്ലാത്തതുകൊണ്ട് ആദ്യത്തവനുമായിട്ട് പിരിയേണ്ടി വന്നു. ഇപ്പോൾ എന്തുമാത്രം ആലോചനകളാണെന്നോ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ജിബിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആദ്യത്തവള് പോയപാടെ പറയുന്നത് ശരിയല്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുമായി ആലോചിക്കാമെന്ന് കരുതിയാ പറയാതിരുന്നത്. ചേട്ടത്തി അവനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, ലിസി ആൻറ്റി അമ്മച്ചിയോട് പറഞ്ഞു. ഞാൻ പറയാം ലിസി. ആദ്യത്തേത് ഞാനായിട്ട് കണ്ടുപിടിച്ച് നടത്തിയ കെട്ടായതുകൊണ്ട് തന്നെ അവൾ പോയതിൻ്റെ ദേഷ്യം അവൻ എന്നോടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവനോട് ഇടിച്ചു കയറി പറഞ്ഞൊന്നും സമ്മതിപ്പിക്കാൻ മേല. എന്തായാലും ഞാൻ പറയാം. എന്നാലും പെട്ടെന്നൊരു കെട്ടിന് അവൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു നോക്കാം. നിങ്ങൾ രണ്ടുപേരും ഇരിക്കി, ഞാൻ എന്തായാലും ചായ എടുക്കാം. അമ്മച്ചി അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. എന്നതാടി, വല്ലതും നടക്കുമോ? ജോസച്ചായൻ അപ്പോൾ ലിസിയോട് സ്വകാര്യം ചോദിച്ചു. ആർക്കറിയാം, അവൻ്റെ മട്ടും ഭാവവും കണ്ടില്ലേ. രണ്ടാം കെട്ടുകാരനല്ലേ, എങ്ങനെയെങ്കിലും നമുക്കിത് നടത്താം. ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മളാ സാമ്പത്തികമായിട്ട് ഇത്തിരി മോശം. ചേച്ചി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജിബിനുമായിട്ട് അവളെ കെട്ട് നടന്നാൽ തറവാടിനോട് ചേർന്നുള്ള സ്ഥലം നമുക്ക് തന്നേക്കാമെന്ന്. അല്ല, മോൾ ഇത്രയും വലിയ വീട്ടിലെത്തിയാൽ പിന്നെ അവർക്കെന്തിനാ തറവാടിനോട് ചേർന്നുള്ള സ്ഥലം? എങ്ങനെയെങ്കിലും ആ ചെക്കനെ കൊണ്ട് സമ്മതിപ്പിച്ച് എന്തെങ്കിലും അടിച്ചെടുക്കാൻ നോക്കാം. നിങ്ങളിരിക്കി, ലിസി ആൻറ്റി പറഞ്ഞപ്പോൾ ജോസച്ചായൻ എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. എന്നാൽ അതേസമയം അവർക്ക് ചായ എടുക്കാൻ പോയ അമ്മച്ചി അടുക്കളയിൽ നിന്ന് അമ്മച്ചിയുടെ മൊബൈൽ എടുത്തു. ഒരല്പം മാറി നിന്ന് ജിബിനെ വിളിച്ചു. ജിബിൻ അപ്പോൾ ഡ്രൈവിങ്ങിലായിരുന്നു. അമ്മച്ചിയുടെ കോള് കണ്ടപ്പോൾ കാർ ഒന്ന് സൈഡാക്കി അവൻ കോളെടുത്തു. എന്നതാ അമ്മച്ചി, രാവിലെ തന്നെ മനുഷ്യൻ്റെ മൂഡ് കളയാനായിട്ട് അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അതാണ് ഫോൺ എടുത്ത പാടെ അവൻ അമ്മച്ചിയോട് ചോദിച്ചത്. എൻ്റെ പൊന്നു മോനെ, ആ കാര്യം പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. നീ എടുത്തടിച്ച പോലെ ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് നന്നായി. ആ പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ നീ കണ്ടിട്ടില്ലേ? വല്ല ബീച്ചിലും കടവത്തുമൊക്കെ പോയി ഉടുതുണി ഇല്ലാതെ ഫോട്ടോ എടുത്തിട്ട് എന്നതാ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ എന്നാത്തിലൊക്കെയോ ആണ് അവളിടുന്നത്. ആ കെട്ടിയ ചെറുക്കൻ ഒരു നല്ല ഒരുത്തനായിരുന്നു. ഇവളുടെ കോപ്രായക്കളി കണ്ട് സഹിക്കാൻ വയ്യാതെയാ ഈ പെണ്ണിനെ അവൻ ഇട്ടേച്ചു പോയത്. അവളെ കെട്ടിയാൽ നീ തീർന്നു മോനെ. ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിന്നെ വിളിക്കുകയോ മറ്റോ ആണെങ്കിൽ നീ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞേക്ക് കേട്ടോ. ഞാൻ ഫോൺ വെക്കുവാണ്. അമ്മച്ചി അത് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു. ജിബിൻ ഒരു ചിരിയോടെ ഫോൺ മാറ്റിവെച്ച് കാറെടുത്തു. ഒരുത്തി വന്നു പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോളാ ഇനി നാടോടി നടക്കുന്ന വേറൊരുത്തിയെ കൊണ്ട് പരീക്ഷിക്കാൻ പോകുന്നത്. ജിബിന് അവർ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യം ഓർത്തപ്പോൾ വല്ലാത്ത തമാശ തോന്നി. അതേസമയം അമ്മച്ചി ജിബിനെ വിളിച്ചു പറഞ്ഞ യാതൊരു ഭാവവും കാണിക്കാതെ ചായയുമായി നാത്തൂൻ്റെയും അളിയൻ്റെയും അരികിലേക്ക് ചെന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ച ശേഷമാണ് അവർ അവിടെ നിന്ന് പോയത്. ജിബിനാണെങ്കിൽ അന്ന് നല്ല തിരക്കിലായിരുന്നു. പുതിയ വില്ലയുടെ പണി നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവൻ ഹോസ്പിറ്റലിൽ എത്തിയത്. കാർ പാർക്കിങ്ങിൽ നിർത്തി അവൻ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി അവന് സല്യൂട്ട് കാണിച്ചു. ഒന്ന് കൈ ഉയർത്തി കാണിച്ച് അയാളോട് ചിരിച്ചുകൊണ്ട് ജിബിൻ അകത്തേക്ക് കയറി. പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നടന്നു വരുന്ന അവനെ കണ്ടപ്പോൾ സ്റ്റാഫൊക്കെ ബഹുമാനത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഗുഡ് ഈവനിങ് സാർ, അവൻ്റെ അരികിലൂടെ നടന്നു പോകുന്ന ചില സ്റ്റാഫുകൾ അവനോട് പറഞ്ഞു. എല്ലാവരോടും ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അവൻ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ക്യാബിനിൽ ചെന്ന് AC ഓണാക്കി കസേരയിലേക്ക് ഇരുന്നപ്പോഴേക്കും അവൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്റ്റാഫ് വന്ന് ഡോറിൽ തട്ടി. യെസ് കമീൻ, ജിബിൻ പറഞ്ഞു. സാർ, എന്താ കുടിക്കാൻ വേണ്ടത്? കോഫി, ടീ ഓർ അനദർ ഡ്രിങ്ക്സ്? സ്റ്റാഫ് അവനോട് ചോദിച്ചു. ഒരു ബ്ലാക്ക് കോഫി, സ്നാക്സ് ഒന്നും വേണ്ട.
അല്പം കഴിഞ്ഞൊരു ഗസ്റ്റ് ഉണ്ടാകും, ഞാൻ വിളിക്കാം, അപ്പോൾ ചായയൊക്കെ വേണ്ടിവരും, ജിബിൻ പറഞ്ഞു. ലാബിന്റെ കാര്യങ്ങൾ നോക്കാനായി ഒരു എഞ്ചിനീയർ ജിബിനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ശരി സാർ. സ്റ്റാഫ് അപ്പോൾ വിനയത്തോടെ അവിടെ നിന്നും പോയി. അല്പം കഴിഞ്ഞ് സ്റ്റാഫ് കൊണ്ടുകൊടുത്ത കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എഞ്ചിനീയർ അങ്ങോട്ട് എത്തിയത്. ജിബിൻ അയാളെ കൊണ്ടുപോയി ലാബും അതിനോടടുത്ത റൂമുകളും ഒക്കെ കാണിച്ചു കൊടുത്തു. ലാബ് കുറച്ചുകൂടെ വലുതാക്കുക എന്നതായിരുന്നു അവൻ്റെ ഉദ്ദേശം. എഞ്ചിനീയർ അതൊക്കെ നോക്കിക്കണ്ട് ഏകദേശം പ്ലാൻ വരച്ച് ജിബിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി തിരിച്ചുപോയി. എല്ലാം കഴിഞ്ഞ് ജിബിൻ വീണ്ടും അവൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മറിയാമ്മ സിസ്റ്ററെ വരാന്തയിൽ വെച്ച് കണ്ടത്. ജിബിനെ കണ്ടപ്പോൾ മറിയാമ്മ സിസ്റ്റർ വിനയത്തോടെ ഒന്ന് തൊഴുതു. ജിബിൻ അപ്പോൾ അവരെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് ഇന്നലെ മറിയാമ്മ സിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് ഒരു പെൺകുട്ടി തന്നെ വിളിച്ചതും അവളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ താൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടതും ജിബിൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഓർമ്മയിൽ എവിടെയോ ആ ഒരു കാര്യമുണ്ടായിരുന്നെങ്കിൽ പോലും തിരക്കിനിടയിൽ അവനത് വിട്ടുപോയിരുന്നു. എന്നതാ മറിയാമ്മ സിസ്റ്ററെ? സിസ്റ്റർ ഈ ഹോസ്പിറ്റൽ വല്ല ചാരിറ്റി ആക്കാനുള്ള പരിപാടിയാണോ? ചിലർക്കൊക്കെ ചില സഹായം ഞാൻ ചെയ്യുന്നു എന്ന് കരുതി വെറും സഹായം മാത്രമായാൽ നമ്മുടെ ഹോസ്പിറ്റൽ നിലനിന്നു പോവില്ല കേട്ടോ. സിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ആക്സിഡൻ്റ് ആണ്, ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. മര്യാദയ്ക്കാണെങ്കിൽ കുറച്ച് കാശ് തടയേണ്ട കാര്യമാ. ദയ തോന്നി ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഒരു പരിപാടി ആക്കിയേക്കരുത്. നമ്മൾ പാവം ബിസിനസ്സുകാരൻ ജീവിച്ചു പോയിക്കോട്ടെ. ജിബിൻ തമാശ പോലെ പറഞ്ഞപ്പോൾ മറിയാമ്മ സിസ്റ്റർ ഒന്ന് ചിരിച്ചു. സാറ് പറയുന്നത് കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നലെ ആ കൊച്ചിൻ്റെ അവസ്ഥ കണ്ട് ചെയ്തു പോയതാ സാറേ. ഇവിടെ IT പാർക്കിൽ ജോലി ചെയ്യുന്ന കൊച്ചാ. ജോലി കഴിഞ്ഞു പോകുമ്പോൾ സ്കൂട്ടി ആക്സിഡൻ്റ് ആയതാ. ആരൊക്കെയോ എടുത്ത് നേരെ ഇവിടേക്ക് കൊണ്ടുവന്നതാ. കയ്യിലും കാലിലും മുഖത്തുമൊക്കെ മുറിവുണ്ട്. വേദന കൊണ്ട് അതാകെ പുളയുകയായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാണ്ടായി. ഞാനും ലീനയുമായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഞങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാ അത് അതിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. ഷീട്ട് എടുക്കാൻ പൈസ ഇല്ലാത്ത കൊച്ചിനെ ചികിത്സിച്ചാൽ ബാക്കി പൈസ എങ്ങനെ കിട്ടാനാ? നമ്മുടെ ആർത്തി സാറായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, സദാനന്ദൻ സാറ്. ഒരു ഡോക്ടറുടെ എത്തിക്സ് എന്താണെന്ന് പോലും നോക്കാതെ ആ മനുഷ്യൻ അതിന് ട്രീറ്റ്മെൻറ്റ് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പൈസ ഇല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു. ആ രാത്രി സമയത്ത് ഇവിടെ എവിടെയാ സാറേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ? പോകണമെങ്കിൽ തന്നെ ടൗണിൽ പോകണ്ടേ? അതിവിടുന്ന് എത്ര ദൂരെയാ? അതിന് കൂട്ടിനാണെങ്കിൽ ആരുമില്ല. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ പെൺകുട്ടി എങ്ങോട്ട് പോകും? ശരിക്കും ദയ തോന്നിയിട്ടാ ഞാൻ സാറിൻ്റെ നമ്പർ കൊടുത്തത്. സാറ് മാത്രമല്ലേ ഇവിടെ കുറച്ച് മനുഷ്യപ്പറ്റുള്ളതായിട്ടുള്ളൂ. എന്തെങ്കിലും ദയ തോന്നിയാലോ എന്ന് കരുതി. സാറിനെ വിളിക്കുമ്പോൾ അതിന് ശരിക്കും സംസാരിക്കാൻ പോലും മേലായിരുന്നു. വേദന കടിച്ചമർത്തിയ അത് സാറിനോട് സംസാരിച്ചത്. സാറ് വിളിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനീർ ഞാൻ കണ്ടതാ. സാർ എവിടെയും തളർന്നു പോകില്ല സാറേ. സാറിൻ്റെ ബിസിനസ് വളരുകയുള്ളൂ. ആ പുണ്യമൊക്കെ തന്നെ സാറിന് ധാരാളം കാണും. ആ പെങ്കൊച്ച് ഇന്നലെ അത്രയ്ക്ക് സാറിന് മനസ്സറിന് നന്ദി പറഞ്ഞിട്ടുണ്ടാകും. മറിയാമ്മ സിസ്റ്റർ പറയുന്നത് കേട്ടപ്പോൾ ജിബിൻ എന്തോ വല്ലാത്ത കുളിര് തോന്നി. ജീവിതത്തിൽ പരാജയങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ കാരണം ഒരാളുടെ വേദന അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞു എന്നറിയുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനം പോലെ. അവൻ മറിയാമ്മ സിസ്റ്ററെ നോക്കിയൊന്ന് ചിരിച്ചു. എന്തെങ്കിലും നന്മ അങ്ങനെയും കിടക്കട്ടെ സിസ്റ്ററെ ജീവിതത്തിൽ. സിസ്റ്റർക്ക് എവിടെയാ ഇന്ന് ഡ്യൂട്ടി? ജിബിൻ അവരോട് ചോദിച്ചു. എനിക്കിന്ന് മുതൽ ലേബർ റൂമിലാ ഷിഫ്റ്റ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ശരി, ഞാനെന്നാ ചെല്ലട്ടെ. ജിബിൻ അത് പറഞ്ഞ് മുന്നിലേക്ക് നടന്നു. മനസ്സറിഞ്ഞ് അവനോട് ചിരിച്ചുകൊണ്ട് മറിയാമ്മ സിസ്റ്ററും അവിടെ നിന്ന് നടന്നു. സിസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ ജിബിന് മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നി. വരാന്തയിലൂടെ തൻ്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കാതിൽ ഇന്നലെ രാത്രി വിളിച്ച ആ പെൺകുട്ടിയുടെ സ്വരമായിരുന്നു. ഒപ്പം അവളെ ഒന്ന് കാണണമെന്ന തോന്നലും. അവൻ നേരെ കൗണ്ടറിൽ ചെന്ന് ആ പെൺകുട്ടി കിടക്കുന്ന റൂം ഏതാണെന്ന് ചോദിച്ചു. റൂം നമ്പർ 104 ആണ് സാർ. സ്റ്റാഫ് പറഞ്ഞത് പ്രകാരം അവൻ ലിഫ്റ്റിനടുത്തേക്ക് ചെന്നു. സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിറങ്ങി വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. ആരാ എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും സിസ്റ്റർ പറഞ്ഞ പെൺകുട്ടിയെ ഒന്ന് കാണണം. രാത്രിയിൽ വെട്ടിപ്പൊളിയുന്ന തൻ്റെ തലവേദന ശമിപ്പിച്ച ആളാണ്. ആ ഒരു കോളിലാണ് താൻ സമാധാനമായി കിടന്നുറങ്ങിയത്. അവളെ ഒന്ന് കാണാനായി അവൻ്റെ മനസ്സ് കൊതിച്ചു.